അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ. ഞങ്ങളിത് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ പോകാനായിട്ട് മുടങ്ങി കിടക്കുന്ന ഒരു കാര്യമായിരുന്നു ഇത്. നമ്മൾ എല്ലാ മാസവും പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് മുടക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമാണ് കേട്ടോ. കുറേ നാൾ പോക്കൊന്ന് മുടങ്ങി കിടക്കുകയായിരുന്നു. ഇന്ന് എന്തായാലും ഇറങ്ങി തിരിച്ചിരിക്കുകയാണേ. അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങി. പിന്നെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകുമ്പോൾ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മാരകം, അതേപോലെ തന്നെ കരുമാടിക്കുട്ടൻ്റെ സ്മാരകം, ഇതൊക്കെയാണ് ആ വഴിയിലുള്ളത്. നമ്മൾ അവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കരുമാടിക്കുട്ടൻ്റെ സ്മാരകമാണ് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ കയറി ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യമോൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അമ്പലപ്പുഴ പോകുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ കയറി ഞങ്ങൾ ഒക്കെ കാണാറുണ്ട്. അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ അമ്പലത്തിലേക്ക് നീങ്ങുകയാണ്. ഈ കരുമാടിക്കുട്ടൻ്റെ ഐതിഹ്യമുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു തരാം ഞാൻ. അപ്പോൾ നമ്മൾ എന്തായാലും അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം ഒരു സന്ധ്യാസമയത്തോടുകൂടി ആയിട്ടുണ്ട്. നല്ല ഭംഗി, നല്ല വൈബായിരുന്നു കേട്ടോ. ചെന്നപ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു മൂഡാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചത്, ഈ കുളത്തിൽ നിറയെ വെള്ളം ഉള്ള ഒരു കുളമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ചൂടിൻ്റെ കൊണ്ടാണോ അതോ അവർ വറ്റിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരു പക്ഷേ കുളം വറ്റിച്ചതാവാം എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ധ്യാസമയത്ത് ഈ ഒരു ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കരമാണ് കേട്ടോ. എന്നാ നോക്കി എന്ത് വിശാലമായ ഒരു ചുറ്റുപാടാണെന്ന് നോക്കി. ഇവിടെ നിന്നാൽ ശാന്തിയും സമാധാനവും ഒക്കെ എങ്ങോട്ട് നിന്ന് വരുന്നെന്ന് നമുക്കറിയില്ല കേട്ടോ. മനസ്സിനൊരു വല്ലാത്ത ആനന്ദമാണ് കേട്ടോ. നമ്മൾ ഈ കുളത്തിൽ വെള്ളം ഉള്ളപ്പോഴൊക്കെ ഈ കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകി മുഖമൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിൽ കയറാറ്. പക്ഷേ ഇവിടെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ നടന്ന് നമ്മുടെ വഴിപാട് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ആദിക്കുട്ടനും അച്ചിക്കുട്ടനുമാണ് കേട്ടോ. ഇവരെ ഞാൻ വിളിക്കുന്നത് ദാസനും വിജയനും എന്നാണ് കേട്ടോ. രണ്ടും കൂടെ ഭയങ്കര കൂട്ടാണ്. ചേട്ടനും അനിയനും ഒക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തോട്ടുള്ള കൂട്ടാണ് ഇവർ തമ്മിൽ. ഭയങ്കര ഒരു ബോണ്ടാണ് കേട്ടോ. എനിക്ക് തന്നെ ചില സമയങ്ങളിൽ അസൂയ തോന്നിയിട്ടുണ്ട് ഇവരുടെ ഈ ഒരു ബോണ്ട് കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ വഴിപാട് കൗണ്ടറിൽ പോയി ഞാനൊരു തൃക്കൈവണ്ണയും കദളിപ്പഴവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അച്ചിക്കുട്ടനൊരു തുളസിമാലയാണ് വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പം അതുപോലെയുള്ള തിരക്കുകളൊന്നും അന്നത്തെ ദിവസം അമ്പലത്തിൽ കണ്ടില്ല കേട്ടോ. ഞാനും വിചാരിച്ച് ഭയങ്കര തിരക്കായിരിക്കുന്നു. പക്ഷേ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ അമ്പലത്തിലോട്ട് കയറാൻ പോകുന്ന വീഡിയോ ഒക്കെ ചെറുതായിട്ട് സിനിക്കൂട്ടൻ എടുക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഇതിങ്ങനെ നമുക്കൊരു വീഡിയോ ആവശ്യമാണല്ലോ. എവിടെ പോയാലും നമ്മളിങ്ങനെ വ്ളോഗർമാരാകുമ്പോൾ നമുക്കൊരു വീഡിയോ അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തെടുത്ത് അവിടെ തന്നെ കറങ്ങി നിന്നു. നമ്മുടെ വഴിപാട് നടത്തിയ തൃക്കൈവണ്ണയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ തൊഴുത് വരുന്നതിന് വരെ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ തൊഴുത് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു അവിടെ. കണ്ടോ, ഈ ഒരു വൈബെന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ട് മനസ്സിന് കുളിർമ ഉണ്ടാക്കിയും അതുപോലെ തന്നെ ഭഗവാൻ നമ്മളുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന പോലെ നമുക്ക് തോന്നപ്പെട്ടു കേട്ടോ. ആ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. എന്തോ ഒരു മൈൻഡൊക്കെ ഒരു ഭയങ്കര സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്നു. അവിടെ ദീപാരാധനയ്ക്ക് ആ ഒരു മേളവും കൊട്ടും ഒക്കെയായി. പിന്നെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞത് ആ ഒരു റീലെടുപ്പിൻ്റെ ആ ഒരു ആ ഒരു വൈബിലേക്ക് പോവുകയാണ്. ദാസനും വിജയനും റീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവന്മാരാണ് ഞങ്ങൾക്ക് വീഡിയോ എടുത്തു തന്നത് കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഒരു റീലിന് പോസൊക്കെ ചെയ്ത് നടക്കുകയാണ് കേട്ടോ. ഈ മനുഷ്യൻ എന്ത് പറഞ്ഞാലും ചിരിക്കൂലെന്നേ. അപ്പം ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ചിരിപ്പിക്കാനായിട്ടും മസിൽ വിടാനായിട്ടും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വന്ന് നിൽക്കുന്നത് നമ്മുടെ മുന്നിലൊരു പശുക്കിടാവ്. കണ്ടല്ലേ? അങ്ങനെ അതിനെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് നിന്ന് കുറേ സമയം വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോകാറായപ്പോഴത്തേക്ക് നല്ലതായിട്ട് സന്ധ്യയായിരുന്നു. ആ സമയത്ത് ഫുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെടുത്താണ്. അമ്പലത്തിൻ്റെ എന്താ പറയുക, കണ്ടില്ലേ എന്ത് ഭക്തിമയമാണ്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ. അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാടൊന്നും എടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റീലും അവിടെ വെച്ച് തന്നെ റീലൊക്കെ എടുക്കാൻ പറ്റി. ആൾത്തിരക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത് കേട്ടോ. എല്ലായ്പ്പോഴും പോകുമ്പോഴൊന്നും ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല. എത്ര ഫോട്ടോ എടുത്തിട്ടും എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ടിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ പറ്റുമ്പോഴൊക്കെ പോകണം എന്നാണ് ആഗ്രഹം. ഇനിയും പോകാൻ പെട്ടെന്ന് പോകണം എന്നാണ് പ്രാർത്ഥന. പെട്ടെന്ന് ഞങ്ങൾ ഇനിയും പോകും കേട്ടോ. അപ്പോൾ ഞങ്ങളെടുത്ത റീല് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എടുത്ത റീൽ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. നോർമലി നമ്മൾ കണ്ണൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു റീല് തന്നെയാണിത്. നമ്മുടെ നന്ദനത്തിനകത്തെ കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്നുള്ള പാട്ടിനകത്തിലെ ഇടയ്ക്കുള്ള വരികളാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതായത് ഞാൻ 2 വരിയൊന്നും മൂളാം കേട്ടോ, കൊള്ളില്ല, എങ്കിലും നിങ്ങൾ സഹിക്കുക. കഞ്ചവിലോചനൻ കണ്ണൻ്റെ കണ്ണിലെ അഞ്ജന നീലിമ കണി കാണണം, ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന
ഉണ്ണിക്കൈ രണ്ടിലും പുണ്യം തുളുമ്പുന്ന വെണ്ണക്കുടങ്ങളും കണി കാണണം, നിന്റെ പൊന്നോട കുഴൽ കണി കാണണം.